പാകിസ്ഥാന്റെ നിലവിളി തുടരുകയാണ്. ഏറ്റവും അവസാനം പാകിസ്ഥാന് തന്നെ എന്ത് സംഭവിച്ചു എന്ന ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ പ്രസ്താവന ഇന്ത്യയിലെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആ രാജ്യത്തിലേക്ക് എത്തിയെന്നും അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ വിമാനങ്ങൾ തിരികെ വന്നെന്നുമാണ് അവരുടെ പ്രസ്താവന. എന്തായാലും തമാശ രൂപേണയാണ് പലരും ഇതിനെ കാണുന്നത് തന്നെ. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം എന്ന് പറയുന്നു. ഈ പാകിസ്ഥാൻ ആർമി വളരെ പെട്ടെന്ന് ഇസ്ലാമാബാദിൽ അവരുടെ സൈനിക ആസ്ഥാനത്തും അതുപോലെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയൊക്കെ വളരെ പെട്ടെന്ന് സന്ദേശം കൊടുത്തു. ഇന്ത്യൻ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാണ് അവർ സന്ദേശം കൊടുത്തത്. നമ്മുടെ ഈ സുഖോയ്, അതുപോലെ തന്നെ റഫേലാണല്ലോ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനം. റഫേൽ, സുഖോയ്, Su-30, അതുപോലെ AKI ജെറ്റ്, ഈ പറയുന്ന യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് അങ്ങോട്ട് കയറി എന്ന് അവർ അവകാശപ്പെടുന്നത്. നമുക്കൊരു കാര്യം അറിയാം, LOC എന്ന് പറയുന്നത് ഈ 71 ശേഷം സിംല കരാറിൽ നമ്മൾ ആ ഉടമ്പടി പ്രകാരം ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിട്ട് ലൈൻ ഓഫ് കൺട്രോൾ ഇരു രാജ്യങ്ങളും പാലിക്കണം എന്നുള്ളതായിരുന്നു ആ കരാറിൻ്റെ അടിസ്ഥാനം. ആ കരാർ ഏകപക്ഷീയമായിട്ട് അവർ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ലൈൻ ഓഫ് കൺട്രോളിന് പ്രസക്തിയില്ല. അപ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഏത് അതിർത്തി കടന്നു എന്നാണ് അവർ പറയുന്നത്. അതിന് തന്നെ ഒരു വ്യക്തതയുമില്ല. പിന്നെ അവർ പറയുന്നത് പോലെ ഞങ്ങൾ വിരട്ടി, ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ യുദ്ധവിമാനങ്ങൾ തിരിച്ചുപോയി. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമുക്കറിയാലോ, നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തി അവിടെ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് മടങ്ങിയിട്ടുള്ളത്. അതിനെ ഒന്നും തടുക്കാൻ ഒരു കാലത്തും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. നമുക്ക് അഭിനന്ദൻ വർദ്ധമാന്റെ അടക്കമുള്ള വിമാനങ്ങളെ തടയാനുള്ള എന്തെങ്കിലും സംവിധാനം ഇല്ല. ഒരു സംവിധാനവും പാകിസ്ഥാന്റെ കയ്യിലില്ല. ഈ അമേരിക്കയും ചൈനയൊക്കെ കൊടുത്തിരിക്കുന്ന ചില സാധനങ്ങൾ അവരുടെ കൈവശം ഉണ്ട് എന്നുള്ളതല്ലാതെ ഈ മിസൈലുകളെ തകർക്കാനോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടാനോ പറ്റുന്ന യന്ത്രത്തോക്കുകളോ അത്തരത്തിലുള്ള പീരങ്കികളോ ഒന്നും പാകിസ്ഥാന്റെ കൈവശം ഉണ്ടോ എന്ന് സംശയമാണ്. ഇതൊക്കെ പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അത്ര കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന, എന്താ പറയണ്ടേ, നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത ഒരവസ്ഥ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയിൽ കഴിയുന്ന പാകിസ്ഥാനാണ് ഈ വീരവാദമെല്ലാം മുഴക്കുന്നത്. അല്ല, പട്ടാളം താഴെ നിന്ന് ഭീഷണിപ്പെടുത്തി കാണുമല്ലേ? ഞങ്ങളിപ്പോൾ വെടിവെക്കും എന്ന് വിളിച്ചു കൂവി കാണും. എന്തായാലും പാകിസ്ഥാൻ വളരെയധികം ഭയക്കുന്ന മറ്റൊരു സംഗതിയുണ്ട്. അത് ഹാഫിസ് സയ്യിദിൻ്റെ കാര്യത്തിലാണ്. ഈ ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യം വെച്ച് ഇന്ത്യ എന്തെങ്കിലും ചെയ്യും. കാരണം മുംബൈ ഭീകരാക്രമണം തുടങ്ങി നിരവധി 1/2 ഡസൻ ഭീകരാക്രമണങ്ങളുടെ എങ്കിലും ഉത്തരവാദിത്വം ഹാഫിസ് സയ്യിദിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഹാഫിസ് സയ്യിദ് ഇപ്പോൾ വീട്ടുതടങ്കലിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ വീട്ടുതടങ്കലിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യം വെച്ച്, അതായത് അയാൾ കഴിയുന്നത് ലാഹോറിലെ മൊഹല്ല ജോഹർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് അയാളുടെ വീടിരിക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ CCTV സർവൈലൻസിലാണ്, CCTV നിരീക്ഷണത്തിലാണ്. എന്നാൽ അജ്ഞാതൻ കടന്നു കയറി ഇയാളെ ആക്രമിക്കും എന്നാണ്. ഇയാളും അബൂ ഖത്തൽ എന്ന് പറയുന്ന ഇയാളുടെ അടുത്ത അനുയായിയുമായിട്ട് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസമല്ല, ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. യാത്ര ചെയ്യുന്ന സമയത്ത് അജ്ഞാതൻ വെടിയുതിർക്കുകയും ഈ അബൂ ഖത്തൽ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഹാഫിസ് സയ്യിദിനും വെടിയേറ്റു എന്നാണ് പറയുന്നത്. അയാൾ പിന്നീട് ഹോസ്പിറ്റലിൽ ആയി, ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തി. പക്ഷേ വീട്ടുതടങ്കലിലാണ് ആശാൻ. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അയാളെ വീട്ടുതടങ്കലിൽ കഴിയുകയാണ്. അപ്പോൾ അയാളെ അജ്ഞാതനെത്തും, അയാളെ വധിക്കും എന്ന് പേടിച്ചിട്ട് വലിയ സുരക്ഷ, പാക് സൈന്യം നേരിട്ടാണ് അയാൾക്ക് സുരക്ഷ കൊടുക്കുന്നത്. പാക് കമാൻഡോകളാണ് അയാൾക്ക് സുരക്ഷ കൊടുക്കുന്നത്. അയാളുടെ വീടിന് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പറയുന്നത് പോലെ CCTV സ്ഥാപിച്ചിരിക്കുന്നു. ആ CCTVയുടെ ദൃശ്യങ്ങൾ 24 മണിക്കൂറും CCTVയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അജ്ഞാതനായ ആർക്കും ആ വീട്ടിൻ്റെ പരിസരത്ത് പോലും ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങളിലും ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ ഇതാ കുതിച്ചെത്തി
എന്നൊക്കെ പറഞ്ഞു വാർത്തകൾ വരുന്നുണ്ട്. അത് തന്നെ ജനങ്ങളിൽ വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ രാജ്യത്ത് അവർ തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ഏത് വാർത്ത കൊടുക്കണം, ഏത് വാർത്ത പുറത്തു വിടരുത് എന്ന് സൈന്യം കൃത്യമായൊരു ധാരണയില്ല. അവരെന്തൊക്കെയോ ചെയ്യുന്നു. ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇന്ത്യയാകട്ടെ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഇന്ത്യയുടെ വിമാനങ്ങൾ അതിർത്തി കടന്നുവെന്നോ അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നോ എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇന്ത്യ ഈ കാര്യത്തിൽ കൊടുത്തിട്ടില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പ്രതിരോധ വകുപ്പ് വളരെ കൃത്യമായിട്ട് മൗനമാണ് മറുപടി. അപ്പോൾ ഇതും പാകിസ്ഥാനിൽ ഭയങ്കര പേടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ പാക് അധീന കാശ്മീരിൽ ഇന്ത്യ ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യ കടന്നു കയറിയാൽ എന്ത് ചെയ്യും എന്നവർക്കറിയില്ല. അപ്പോൾ പാക് അധീന കാശ്മീരിൽ നിരവധി ഭീകര ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ക്യാമ്പുകളൊക്കെ അവർ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ അവിടുന്ന്, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എല്ലാം അവിടുന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പട്ടണങ്ങളൊപ്പം തന്നെ പല വിദേശ രാജ്യങ്ങളോടും ഈ പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടല്ലോ, തങ്ങളെ രക്ഷിക്കുക എന്ന ആവശ്യവുമായി. അത് ആരും ചെവിക്കൊള്ളുന്നില്ല. ആകെ തുർക്കിയും ചൈനയും മാത്രമാണ് എന്തെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ തന്നെ തയ്യാറാകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പാക് അധീന കാശ്മീരിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അവിടുത്തെ മദ്രസകളെല്ലാം ഒഴിപ്പിച്ചു. എന്നിട്ട് ആ സ്ഥലത്തെല്ലാം സൈനികർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ പറയുന്നത് പോലെ ഈ സൈനികർ വലിയ രീതിയിൽ വന്ന് തമ്പടിക്കുകയോ ആയുധങ്ങൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്യുന്നില്ല. പകരം അഗ്നിശമന ഉപകരണങ്ങൾ, അഗ്നിശമന സേനയുടെ ഉപകരണങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മദ്രസയിലെ കുട്ടികളെയൊക്കെ പരിക്കേൽക്കുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സ്ട്രക്ചറുകളിൽ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകേണ്ടത് അതൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതായത് അടി കിട്ടും, ഞങ്ങൾ അമ്പെ തകർന്നു പോകും എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ്. അതുപോലെ ഈ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള 13 സ്ഥലങ്ങളിൽ, 13 പ്രദേശങ്ങളിൽ 2 മാസത്തേക്കുള്ള ഭക്ഷണം കരുതി വെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ. 2 മാസത്തേക്കുള്ള ഭക്ഷണം കരുതി വെക്കണം. അതുപോലെ തന്നെ മരുന്ന്, മറ്റ് അവശ്യ വസ്തുക്കൾ ഇതെല്ലാം ശേഖരിച്ചുകൊള്ളണം. ഇതിനായിട്ട് $3.50 മില്യൺ ഒരു എമർജൻസി ഫണ്ട് ഈ പാക് അധിനിവേശ കാശ്മീരിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട്, സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇതിത്രയാണ് ഏറ്റവും പുതുതായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. പക്ഷേ പാകിസ്ഥാൻ വലിയ ഭീതിയിലാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അവരെ സംബന്ധിച്ച് ഒരു വിമാനത്തിൻ്റെ ഇരമ്പൽ കേൾക്കുന്നത് പോലും അവർക്ക് വലിയ വലിയ ഭയം ജനിപ്പിക്കും. അല്ലെ, അതിനിടയിലും ഈ അതിർത്തിയിൽ നിരന്തരം എന്തുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്? അത് വളരെ കൃത്യമാണ്. ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കരുത്, ഞങ്ങളൊരു വലിയ സംഭവമാണ് എന്ന് തെളിയിക്കാനാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ നിരന്തരം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇതുപോലെ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കടത്തിവിടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് തന്നെ വലിയ കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹക്കാനി ഭീകരർ, ഈ ലോക്കലായിട്ടുള്ള ഗുണ്ടകൾ, അവർ പട്ടാളത്തിൻ്റെ റോൾ ഏറ്റെടുത്തിട്ട് അവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പണം കൊടുത്ത് പാകിസ്ഥാൻ ആർമി വാങ്ങി അവരെ ഉപയോഗിക്കുന്നുണ്ട്. അവർ പണം കിട്ടിയാൽ ആരെയും കൊല്ലും, എന്ത് കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. ആരെയും വെട്ടും, ആരെയും കുത്തും, ആരെയും വെടിവെക്കും. അവരൊന്നും ഒരു കൃത്യമായ അച്ചടക്കത്തോടു കൂടി പരിശീലനം നേടി വന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ഉപയോഗിച്ച് ഇന്ത്യൻ ആർമിയെ നേരിടാനാണ് അവർ ശ്രമിക്കുന്നത്. അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അവർ ഈ കാശ്മീർ പിടിച്ചടക്കാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലത്തും ഇതുപോലുള്ള ഈ എന്താ പറയുക ഗുണ്ടകളെയാണ് ഇത്തരത്തിൽ എന്താ പറയുക സമൂഹത്തിൽ ഒരു പിന്നെ അരാജകത്വം വിതയ്ക്കുന്ന കുറേ ഗുണ്ടകളെയാണ് അവർ നിയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ളവർ ഈ ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്കറിയാം, അല്ലേ? വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇത്തരക്കാരെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അത് പിന്നെ പൗരന്മാരെ കൊലപ്പെടുത്തി നിരപരാധികളായ ഞങ്ങളുടെ പൗരന്മാരെ ഇന്ത്യൻ സൈന്യം വകവരുത്തി എന്നൊക്കെ പറഞ്ഞ് ഇരവാദം മുഴക്കാം പാകിസ്ഥാൻ അതുകൊണ്ട്. പക്ഷേ അതൊന്നും ഇനിയുള്ള കാലത്ത് അതൊന്നും വിലപ്പോവില്ല. ഇതിനൊക്കെ കൃത്യമായ തെളിവുകളും കൃത്യമായ രേഖകളും ഒക്കെ ഉണ്ട്. ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എങ്ങനെയാണ് ആക്രമിക്കുന്നതെന്നും ഒക്കെയുള്ള ധാരണ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും രാജ്യാന്തര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഇല അനങ്ങിയാൽ പേടിച്ച് മുള്ളുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അവർ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്.